ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു കിച്ചൻ കാർണിവൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു പായസമാണ്, പഞ്ചാമൃത പായസം. ഇതിനു വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു അര കപ്പ് ചൗരി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റത്തേക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിത് മൂടി വെച്ചാൽ മതി. തീ അണച്ചിട്ട് അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ചൗരി റെഡിയായിരിക്കും. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് തീ അണച്ചിട്ട് മൂടി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഒരു 2 ഏത്തപ്പഴം, നല്ല പഴുത്ത ഏത്തപ്പഴമാണ്, ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഏത്തപ്പഴത്തിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് ഈത്തപ്പഴമാണ്. ഇതൊരു അര കപ്പ് ഈത്തപ്പഴമുണ്ട്. ഞാനിത് കുരു കളഞ്ഞെടുത്തതാണ്. നല്ല മധുരമുള്ള ഈത്തപ്പഴമാണ്. ഇനി നമുക്ക് ആവിയിൽ വേവിച്ച ഏത്തപ്പഴത്തിൻ്റെ തൊലിയൊന്ന് മാറ്റിയെടുക്കണം. ഇതിപ്പോൾ തൊലിയെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഫോർക്ക് വെച്ച് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. മിക്സിയിലിട്ട് അടിക്കേണ്ട കാര്യമില്ല, ഫോർക്ക് കൊണ്ടിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഏത്തപ്പഴം ഒത്തിരി നന്നായിട്ട് പൊടിയേണ്ടെന്ന് ആവശ്യമില്ല. ഇനി നമുക്ക് ചവ്വരി ഒന്ന് നോക്കാം. ഇതിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചവ്വരി റെഡിയായിരിപ്പുണ്ട്. നമുക്കിനി ഒരു പാനിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ഉരുകി വരുമ്പോഴേക്കും നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ ആ ഒരു മിശ്രിതം ഇതിലേക്ക് ചേർക്കാം. ഏത്തപ്പഴം ഉടച്ചത് ഈ നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ലൊരു മണം വരും. അതുവരെ ഇതൊന്ന് വഴറ്റണം. അടിയിൽ പിടിക്കാതെ വേണം വഴറ്റി കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് കുരു കളഞ്ഞ ഈത്തപ്പഴം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഏത്തപ്പഴവുമായിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. നെയ്യിൽ രണ്ടും നന്നായിട്ട് ചേരണം. ആ ഒരു പച്ചമണം മാറുകയും വേണം. ഇതിപ്പോൾ രണ്ടും നന്നായിട്ട് ചേർന്ന് ആ നെയ്യിൽ കിടന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കരയുടെ പാനിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടുന്നത്. ഞാനിതൊരു 1/2 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് പാനിയാക്കിയതാണ്. അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ ഒരു ശർക്കര പാനിയെ അതിനകത്ത് നന്നായിട്ട് ചേർന്നിട്ട് നല്ല വറ്റി വരണം. അതാണ് കറക്റ്റായിട്ടുള്ള പാകം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ചെറുതായിട്ട് ആ പാനി ഒന്ന് വറ്റി വരുന്നുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് അതൊന്ന് ഉരുണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പാനി നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടുന്നത് തേങ്ങയുടെ 2ാം പാലാണ്. തേങ്ങാപ്പാലിൻ്റെ ആ ഒരു രുചി ഇഷ്ടമില്ലാത്തവർക്ക് പശുവിൻ്റെ പാൽ ചേർത്ത് കൊടുക്കാം. പശുവിൻ്റെ പാലാണ് ചേർക്കുന്നതെങ്കിൽ ഇത് നന്നായിട്ട് കുറുകി വരുമ്പോഴേക്കും പശുവിൻ്റെ പാൽ ചേർത്ത് കൊടുത്താൽ മതി. തിളപ്പിച്ച പശുവിൻ പാൽ ചേർക്കാൻ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് തേങ്ങയുടെ 2ാം പാലാണ്. പശുവിൻ്റെ പാലാണ് ചേർക്കുന്നതെങ്കിൽ ചവരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം പശുവിൻ്റെ പാൽ ചേർക്കാനായിട്ട്. ഇനി ഈ മിശ്രിതം ആ തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുറുകി വരണം. ഇപ്പോൾ പായസം ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചവരിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് ഇത് നമുക്ക് ചേർക്കേണ്ടുന്നത് തേങ്ങയുടെ 1ാം പാലാണ്. 1ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ അധികം തിളപ്പിക്കരുത്. ചെറിയ തീയിൽ വെച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇനി ഫ്ലേവറിനായിട്ട് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. ചെറിയ തീയിൽ വേണം ഇത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചാമൃത പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ രുചികരമായൊരു പായസമാണ്.
നമുക്ക് സാധാരണ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന പഞ്ചാമൃതത്തിൻ്റെ അതേ ടേസ്റ്റാണിതിന്. എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കൂ. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. ഇഷ്ടമാണെങ്കിൽ നമുക്ക് മുന്തിരിയും കശുവണ്ടി പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം, നെയ്യിൽ വറുത്തത്. ഇവിടെ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. അല്ലാതെ തന്നെ ഇത് വളരെ റിച്ച് ആയിട്ടുള്ളൊരു പായസമാണ്, അതുകൊണ്ടിട്ടാണ് അതൊന്നും ചേർക്കാതിരുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.